ചാർവാലിയുള്ള ഹോളിവുഡ് പടം കാണാം എന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരിക നാശത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക് എന്നുള്ള നെടുമുടി വേണുവിൻ്റെ ആ ഇൻകോസ്റ്റ് ഹൗസിലെ മീമാണ്. വേറൊന്നും കൊണ്ടല്ല, വലിയ കാര്യം ഉണ്ടാവാറില്ല. അല്ലെങ്കിൽ വല്ല റീമേക്കോ ആയിരിക്കണം, അല്ലെങ്കിൽ വല്ലപ്പോഴോ നല്ല പടം വന്നാൽ വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കണ്ടൊരു പടമാണ് ഈ ശൈത്താന്. ഒന്നല്ല, ഇത് കുറച്ച് ആൾക്കാരൊക്കെ റിവ്യൂ ചെയ്തിട്ടുള്ള ഒരു ഗുജറാത്തി പടത്തിൻ്റെ റീമേക്കാണ്. അപ്പോൾ അതിലുള്ള ഈ ഒരു പെൺകുട്ടി മാത്രമാണ് ആ സിനിമയിൽ നിന്ന് അവരെ അഡാപ്റ്റ് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സെയിം ക്യാരക്ടർ, ആ സെയിം ആക്ട്രസ് തന്നെയാണ് അഭിനയിക്കുന്നത്. ഒറ്റ ലൈനിൽ ഈ പടം കാണണോ വേണ്ടത് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കാണാൻ പറ്റിയൊരു പടം തന്നെയാണ്. അത്ര ബോറിംഗ് ഒന്നുമല്ല. പിന്നെ കുറച്ച് കാസ്റ്റിനെയും ചെറിയ കുറച്ച് ലൊക്കേഷൻ വെച്ചിട്ട് നമ്മളെ പിടിച്ചെത്താനുള്ള ഒരു സാധനമൊക്കെ ഈ സിനിമയിൽ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു വരാം. പിന്നെ എൻ്റെ പേഴ്സണലായ കാര്യം പറയുന്നത്, എനിക്കിങ്ങനെ ഈ ഒരു ഡാർക്ക് പറയുമ്പോൾ കുറച്ച് ഈ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഡാർക്ക് ഫാൻറ്റസി അങ്ങനത്തെ സാധനങ്ങൾ, കുറച്ച് മിസ്റ്ററി എലമെൻറ്റ്സ്, അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ പടം ഇഷ്ടമായി. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു ഇംഗ്ലീഷൊക്കെ പറയുന്ന ഒരു മോഡേൺ മന്ത്രവാദിയാണ് ഇതിലെ വില്ലനായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഡ്രോബാക്സ് ഒക്കെ പടത്തിനുണ്ട്. അതൊക്കെ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞുതരാം. എൻ്റെ ആഡം ജോൺ കണ്ടിട്ട് ആ ഒരു KPC ലളിത ആ ഒരു സീനിന് പെട്ടെന്ന് പറയില്ലേ, ആ ലെനയോട് സംസാരിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതേ വൈബുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇതിലുണ്ട്. പക്ഷെ ഡീപ്പായിട്ട് ഇവർക്ക് അത് കാണിക്കാൻ കഴിഞ്ഞില്ല. അതിലെനിക്ക് നിരാശയുണ്ട്. ആ ഒരു ചെറിയ സീക്വൻസ് തന്നെ ആഡം ജോണിൻ്റെ നല്ല രസമാണ്. അത് കാണുമ്പോൾ അവർ പെട്ടെന്ന് ആ BGM-ഉം ആ ഒരു കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നതും നരേനെ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ ടോട്ടലി നല്ല രസമുണ്ടായിരുന്നു. അതുപോലത്തെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാൻ കഴിയുമായിരുന്നു ഈ പടത്തിൽ. അത് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ അതിൻ്റെ അതൊക്കെ ഇഷ്ടപ്പെട്ടവർക്ക് ഈ പടം ഏതായാലും കണ്ട വേർത്തായിരിക്കും. പടത്തിൻ്റെ ടോട്ടലായി നോക്കുമ്പോൾ സ്റ്റാർട്ടിങ് കഥയൊക്കെ പറയുന്ന നോക്കൊക്കെ, പക്ഷെ ലാസ്റ്റ് ക്ലൈമാക്സ്, ഒരു മെയിൻ ക്ലൈമാക്സ് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ക്ലൈമാക്സ് ഒരു ക്ലീശ സാധനമായിരുന്നു. അത് വലിയ കാര്യമില്ല. എങ്കിൽ പോലും എനിക്ക് ആ ക്ലൈമാക്സിൽ അവർ ഒരു സൗണ്ട് എക്യുപ്മെൻ്റ് ഒക്കെ വെച്ചിട്ട് അതൊക്കെ ആ ഒരു പടത്തിൻ്റെ ഫുള്ള് ഫ്ലോയും അവിടെ കൊണ്ടുപോയി അവർ കളഞ്ഞിട്ടുണ്ട്. അത് ആർക്കായാലും അത് കാണുമ്പോൾ അതൊരു ഫീലാവും. ആഡം ജോൺ പോലെ നായകനെ കൊന്ന പോലെ അവൻ ലാസ്റ്റ് അജയ് ദേവ്ഗൺ ചത്താൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ഒരു രസം, ഇതിനേക്കാൾ നന്നായിരിക്കും. എങ്ങനെ അത് കൊണ്ടുപോകേണ്ടതെന്ന് എനിക്കറിയില്ല. അവിടെ ഇപ്പോൾ വേറെന്താ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ക്ലൈമാക്സ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ നന്നായിരിക്കും നായകൻ ചത്താലെന്ന് എനിക്ക് തോന്നി. സ്പോയിലർ അലേർട്ട് ഗേസ്, സ്പോയിലർ അലേർട്ട്. അപ്പോൾ നമ്മൾ ഇനി സ്റ്റോറി ലൈനിലേക്ക് കിടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ സന്തുഷ്ടമായ ഫാമിലി ഒരു ട്രിപ്പ് പോകുന്നിടയിൽ കൂടെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറുന്നു. അവിടെ നിന്ന് ചേഞ്ച് ഇല്ലാത്തപ്പോൾ നമ്മുടെ വില്ലനെ പരിചയപ്പെടുന്നു. വില്ലനെ പരിചയപ്പെടുന്ന ഇവൻ്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ വില്ലൻ ഒരു സാധനം ഈ പെൺകുട്ടിക്ക് കഴിക്കാൻ കൊടുക്കുന്നു. അപ്പോൾ ഉള്ള ആ ഒരു സീനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അവൾ ഇവനെ നോക്കുന്നത്, ഇവൻ്റെ മുഖത്തെ എക്സ്പ്രഷനും ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയി ലാസ്റ്റ് പറയാം. അപ്പോൾ അങ്ങനെ കൊടുത്ത ശേഷം ഇവളുടെ ബിഹേവിയറിലൊക്കെ ചേഞ്ച് വരുന്നു. അതൊക്കെ പ്രത്യക്ഷത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്. കാരണം ഇവള് വരെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ എണ്ണ കൂടി ഈ പൊറോട്ട വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവൻ പറയുമ്പോൾ അവളത് പെട്ടെന്ന് കഴിക്കും. അപ്പോൾ തന്നെ ഇവർ എന്താ ഇവൾക്ക് പറ്റിയെന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. ലാസ്റ്റ് എന്നിട്ട് ഇവർ ബൈക്കൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ഫാം ഹൗസിലേക്ക് ഫാം ഹൗസിലെത്തി കുറച്ച് നേരം കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ വില്ലൻ അവരുടെ ഫാം ഹൗസിലേക്ക് വരും. എന്നിട്ട് പറയും, എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല, ഞങ്ങൾ ചാർജ് ചെയ്യാൻ വെക്കാൻ എന്നെ സമ്മതിക്കണം എന്ന് പറയും. അപ്പോൾ ഇവരാകെ അത്ഭുതപ്പെടും, ഇയാൾക്ക് എങ്ങനെ നമ്മുടെ ഫാം ഹൗസ് അറിഞ്ഞു, അങ്ങനെയൊക്കെ ആയിട്ട് ഇവരാകെ ഇതാവും. അപ്പോൾ ജ്യോതിക പറയും ഇയാൾ പെട്ടെന്ന് ഇയാളിനെ ഇവിടെ നിന്ന് ഇറക്കി വിടുക, അങ്ങനെയൊക്കെ പറയും. പക്ഷെ നമ്മുടെ മൂപ്പരാൾ പോകുന്നില്ല. മൂപ്പരാൾ കുറച്ച് ഈ വശീകരണത്തിൻ്റെ കുറച്ച് സാധനമൊക്കെ നമുക്ക് കാണിച്ചു തരും. ഊഞ്ഞാലിൽ ഇരുന്നാട അങ്ങനെ കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മെയിൻ കാര്യത്തിലേക്ക് വരും. ഇവൻ പറയും എനിക്കപ്പോൾ ലാസ്റ്റ് വീഡിയോയ്ക്കും ഇതൊക്കെ ഇവരറിയും. ഇവൻ പറയും നിങ്ങളുടെ മകളെ ഞാൻ വശീകരിച്ച് കാണാം, ഇതാണെന്ന് പറഞ്ഞിട്ട് തെളിവൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇവർ പറയും എന്താണ് വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ഇവൻ പറയും എനിക്ക് നിങ്ങളുടെ മകളെ നിങ്ങൾ ദാനമായി തരണം എന്ന് പറയും. അപ്പോൾ ഇറങ്ങിപ്പോള പട്ടി എന്ന് പറയും. അപ്പോൾ അവൻ പറയും ഞാൻ അങ്ങനെ പോകുന്നതല്ല, എനിക്ക് പണം ഇതൊന്നും വേണ്ട, എനിക്ക് ഇവിടെ തന്നെ വേണമെന്ന് പറയും. എന്നിട്ട് ലാസ്റ്റ് കുറേ പ്രശ്നങ്ങളുടെ ഇടയിൽ ഇവൻ്റെ അനിയനെ കൊല്ലാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ കുറേ സംഭവബഹുലമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കാണിക്കും. വലിയ ത്രില്ലിങ് ഒന്നല്ല, എങ്കിലും നന്നായി കണ്ടിരിക്കുക കേട്ടോ, ഫാമിലിയൊക്കെ ആയിട്ട്. പക്ഷേ എന്താ പ്രശ്നം പറഞ്ഞത്, ഹിന്ദി ഓഡിയോ ഉള്ളൂ, ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഇട്ട് തന്നെ കാണണം. ഇപ്പോൾ വേറെ ഓഡിയോസ് അവൈലബിൾ അല്ല OTTയിൽ. അപ്പോൾ ഫാമിലിക്ക് നമ്മുടെ വീട്ടുകാർക്കൊക്കെ അത് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല ഹിന്ദി.
സബ് ടൈറ്റിലൊക്കെ ഇട്ട് കാണുമ്പോൾ അവർക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ലൊരു പടം തന്നെയാണ്. അപ്പോൾ അവർ കാണാമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ലാസ്റ്റ് ഇവർ കൊണ്ടുപോകാൻ സമ്മതിക്കും. എന്നിട്ട് ക്ലീശെ ഹിന്ദി നടനെ പോലെ ഇവനെ പിന്തുടർന്ന് ലാസ്റ്റ് അവിടെ പോയി ഇവൻ്റെ മകളെ മോചിപ്പിച്ച ശേഷം ഒരു എൻഡ് ക്ലൈമാക്സ് വരും. എൻഡ് ക്ലൈമാക്സിൽ ഇവനെ അത് പറയുമ്പോൾ നമ്മുടെ വില്ലനെ ഇവരൊരു ഡെഞ്ചനിൽ പറയുമ്പോൾ ഒരു അണ്ടർഗ്രൗണ്ട് ചേമ്പറിൽ പൂട്ടിയിട്ടിട്ടുള്ള ആ ഒരു സാധനമില്ലേ, അതായിരിക്കും ലാസ്റ്റ് കാണിക്കുന്ന ഒരു സാധനം. ഞാൻ മുന്നേ പറഞ്ഞ പോലെ കാസ്റ്റിംഗ് ഒക്കെ വളരെ കുറവ് ആൾക്കാരേ ഉള്ളൂ. ബട്ട് എനിക്ക് എന്തോ മാധവന് പകരം വേറെ ആരെങ്കിലുമൊക്കെ വെക്കായിരുന്നു, കുറച്ചും കൂടി വില്ലൻ ഷെയ്ഡ് ഇതുമാതിരത്തെ പറയുമ്പോൾ ഈ ഒരു മന്ത്രവാദമൊക്കെ ഉള്ള ഒരു വില്ലൻ ഷെയ്ഡ്. അതുപോലെ ഞാൻ താടിയൊക്കെ വെച്ച് മുടി നീട്ടി വളർത്തിയിട്ടുള്ള സാമ്യമാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ചില ഭാഗത്തൊന്നും നമുക്കതൊരു വലിയ ഒരു ഇമ്പാക്റ്റ് മൂപ്പരെ എനിക്ക് തോന്നിയില്ല. പിന്നെ ഇത് കണ്ടവർക്കറിയാം, ക്ലൈമാക്സിൽ അവൻ ആ ഒരു സാധനമൊക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ട് വരുന്നത് അതൊരു സംഭവം ഓക്കെയാണ്. പക്ഷേ ആ ഒരു മൂവീൻ്റെ എല്ലാ സാധനവും കൊണ്ടേ അവിടെ കളഞ്ഞു. ഞാൻ മുന്നേ പറഞ്ഞ പോലെ അവിടെ വേറെ എന്താ ചെയ്യാൻ പറ്റാമെന്ന് ചോദിച്ചാൽ എനിക്കും വലിയ പിടുത്തൊന്നുമില്ല. കാരണം അപ്പം തന്നെ ഒരുപാട് ലെങ്ത് ആയി കഴിഞ്ഞു പടം. ഇനിയിപ്പോൾ ഒരു കൗണ്ടർ മന്ത്രവാദം ചെയ്യാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. എനിവേ എനിക്കറിയില്ല, എന്നാലും അത് ചെറുതായിട്ട് എനിക്കതൊരു എന്തായാലും ഒരു കുറവായിട്ട് പറയണം തോന്നി. പിന്നെ ടോട്ടൽ എന്താണ്, ഒരു നല്ല പടം തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കാണുക. എന്നിട്ട് നിങ്ങൾ കണ്ടാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ബൈ ബൈ ഗൈസ്.